നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 14 അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസും കോൺഫ്രന്റേഷൻസും ആർഗ്യുമെന്റ്സും നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അനുമോളുടെ കോൺട്രവേഴ്സിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അനുമോളുടെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള റിമാർക്ക് എന്ന് പറയുന്നത് എല്ലാ ആണുങ്ങളും അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലുള്ള ആണുങ്ങളെല്ലാം മൊണ്ണയാണ് എന്നുള്ളൊരു പ്രയോഗമായിരുന്നു. വളരെ കൊളോക്കിയലി നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണെങ്കിൽ പോലും ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രയോഗം അനുമോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയെന്നുള്ളത് നമ്മളെ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആക്കി. പക്ഷെ എപ്പിസോഡ് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടു വളരെ ശരിയാണ്. ഒരു പോയിന്റില് ആ ഹൗസിനകത്തുള്ള ആണുങ്ങളൊക്കെ തന്നെ ഭയങ്കര അജിറ്റേറ്റഡ് ആവുകയും അവർ അനുമോളിന് നേരെ ഒച്ച വെക്കുകയും നീ ആരാ ഇത് ചോദിക്കാൻ, നീ ആരാ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് പറയാൻ എന്നുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒരു പോയിന്റിൽ പല ആൾക്കാരും പറഞ്ഞ എനിക്ക് പരിചയമുള്ള ഒരുപാട് ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാ ആൾക്കാരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ പറഞ്ഞ ആ ഒരു കോമന്റ് കേട്ടിട്ട് കേൾക്കാത്ത പോലെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ആവശ്യമില്ലാത്ത രീതിയിൽ അത് പിന്നെയും വലിച്ച് വലുതാക്കി അനുമോൾ പറഞ്ഞ ആ ഒരു കോമന്റിനെ ശരിവെക്കുന്ന രീതിയിലുള്ള ബിഹേവിയറിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലെ മെയിൽ കണ്ടസ്റ്റൻസിന്റെ അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് മോഹൻലാൽ സർ ഇതിനെപ്പറ്റി ചോദിക്കുകയും ആൻഡ് ഇതിന്റെ വീഡിയോ ഫുട്ടേജ് പ്ലേ ചെയ്ത് ഈ ഒരു കമന്റ് അനുമോൾ പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ആൻഡ് ബിഗ് ബോസ് ഹൗസിൽ ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഈ ഒരു കമന്റ് കേട്ടപ്പോൾ വളരെ ഷോക്ക്ഡ് ആയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അനുമോൾ കൊടുത്ത എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ ബിഗ് ബോസ് ഹൗസിൽ ആർക്കും അത്ര ദഹിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് അപ്പാനി ശരത്തും ഒപ്പം തന്നെ അനീഷും അനുമോളെ ഓപ്പൺലി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കോമന്റ് പറഞ്ഞതിൽ. ആൻഡ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇക്വേഷൻസ് ഒക്കെ അനുമോളുടെ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നെന്നുള്ളത്. ആൻഡ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ജിസൈലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടേ. അപ്പം ജിസൈലിന്റെ സപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ അനുമോളും ജിസൈലും തമ്മിലുള്ള ആർഗ്യുമെന്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് ചില ആൾക്കാർക്കൊക്കെ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു പൊടിക്ക് അനുമോളുടെ ചില കമന്റ് ഒക്കെ കൂടി പോകുന്നില്ല എന്ന് നമുക്ക് തോന്നി. പക്ഷെ ജിസൈലിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശരിയാണ്, അനുമോളുടെ ആ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ജിസൈലിന് ഒരു തരത്തിലൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് കിട്ടിയത്. അനുമോൾ ഉന്നയിച്ച ഓരോ വാദവും ജിസൈല് വളരെ നല്ല രീതിയിൽ ടാക്ട്ഫുള്ളി പ്ലേഫുള്ളി അത് അനുമോൾക്ക് തന്നെ തിരിച്ച് അടിക്കുന്ന രീതിയിലാക്കുകയും ബാക്കിയുള്ള ബിഗ് ബോസ് ഹൗസിലെ ഇൻമേറ്റ്സിന്റെ അടുത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് ശരിക്കും ജിസൈലിന് കിട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കും അത് ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടു. ശരിക്കും ഒരു ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ജിസൈൽ എമേർജ് ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടു. ആൻഡ് ദ മോസ്റ്റ് അപ്രീഷിയേറ്റഡ് ഹൗസ്മേറ്റ് ആയിട്ടാണ് ഇപ്പോ ജിസൈലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 6 സ്റ്റാറാണ് ജിസൈലിന് കിട്ടിയിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഗെയിം ടാക്ടിക്, ഗെയിം പ്ലേ, ഹ്യൂമാനിറ്റി, സിൻസിയർ ആയിട്ടുള്ള കിച്ചണിലുള്ള ജിസൈലിന്റെ സിൻസിയർ എഫേർട്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഓരോ കണ്ടസ്റ്റന്റും ജിസൈലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അനീഷാണ്. അനീഷിനും അത്യാവശ്യം അൺബയസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം അനീഷ് ഇത്രയും ദിവസം കളിച്ച ഗെയിം ഒരു സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ടായിരുന്നു. പല കൊമന്റ്സും പല ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള റിമാർക്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഓൾ ദോസ് റിമാർക്സ് ഒരു പരിധി വരെ ആ റിമാർക്സ് ഒക്കെ തന്നെ ഒരു ഗെയിം പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നുന്നത്. അനുമോളും ജിസൈലും തമ്മിലുള്ള കോൾഡ് വാർ ശരിക്കും ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് വലുതായി പോവുകയാണ്. ശരിക്കും അനുമോളുടെ ഇക്വേഷൻസ് ബിഗ് ബോസ് ഹൗസിൽ ഓരോ ദിവസവും മാറുന്നുണ്ട്, ഗ്യാങ് ആവുന്നുണ്ട്, ആ ഗ്യാങ്ങിൽ നിന്ന് മാറുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ്, എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല ടെൻഷൻസ് ഒക്കെ ജിസൈലിന്റെ അനുമോളുടെയും ഇടയിൽ വരുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ ഒരു എപ്പിസോഡിനകത്ത് ഈ ഒരു മോഹൻലാൽ സർ ഓരോ ആൾക്കാരെയും വിളിച്ച് അവരുടെ അടുത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എപ്പിസോഡ് ആയിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നി. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ആൻഡ് അനുമോള് എന്താണെങ്കിലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് എന്താണെങ്കിലും ഈ വരുന്ന ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിലെ ഓരോ ആൺതരിയും അനുമോളുടെ അടുത്ത് പ്രതികാരം ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ആൻഡ് ദ സ്റ്റാർ അവാർഡിംഗ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ ആൻഡ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ശരിക്കും ജിസൈലിന് തന്നെയാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബോട്ടത്തിൽ നിന്ന് ജിസൈൽ പതുക്കെ ഇങ്ങനെ കയറി മുകളിലേക്ക് വരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അപ്പം എവിക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കാൻ പോകുന്ന ദിവസമാണ് നാളെ.
അപ്പോൾ ആരാണ് എവിക്റ്റായി പോകാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി കം ബാക്ക് ടു ദ ക്രിയേറ്റീവ് ബെഞ്ച്. Will be with you with a new explanation video. Bye.